നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി ഡൽഹി CM രേഖ ഗുപ്തയെ ആന്റി നാഷണൽ എന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്കത് പരിശോധിക്കാം. അതിനു മുൻപായി നാളെയാണ് നീറ്റിന്റെ റീനീറ്റ് എക്സാം നടക്കുന്നത്. നമ്മുടെ സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാളെ നടക്കാൻ പോകുന്ന എക്സാം ഒരു ഇറർ ഫ്രീ എക്സാം ആയിരിക്കും എന്നാണ്. അതായത് ഒരു പിഴവും കൂടാതെയുള്ള ഒരു എക്സാം ആണ് അവർ കണ്ടക്ട് ചെയ്യുക എന്നാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു. ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റീനീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലീക്ക് തടയാൻ വേണ്ടി, അതായത് ഓൾറെഡി ലീക്കായി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെലിഗ്രാം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ള എന്നുള്ളൊരു വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട, കാരണം NTA ഓൾറെഡി ഇത് ഡിനൈ ചെയ്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സത്യസന്ധമാണ് ഈ ന്യൂസ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. പക്ഷേ പുതിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. പുതിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു നാഗ്പൂരിലുള്ള ഒരു സ്റ്റുഡന്റിന്റെ സെന്റർ വന്നിട്ടുള്ളത് അങ്ങ് അബുദാബിയിലാണ്. നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം. നീറ്റ് പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കെ വിദ്യാർത്ഥികളെ വീണ്ടും വലയ്ക്കുകയാണ് NTA. നാഗ്പൂരിലെ വിദ്യാർത്ഥിക്ക് അബുദാബിയിലാണ് പരീക്ഷാ കേന്ദ്രം കിട്ടിയത്. നാഗ്പൂർ സ്വദേശി മുഹമ്മദ് താലിബിനാണ് വിചിത്രമായ ഹാൾ ടിക്കറ്റ് ലഭിച്ചത്. അബുദാബി ഇന്ത്യൻ സ്കൂളിലാണ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. പരാതി അറിയിച്ചെങ്കിലും പരിഹാരമായില്ലെന്നും കുടുംബം പറയുന്നു. തെരഞ്ഞെടുത്ത പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചില്ല എന്ന പരാതിയുമായി കൂടുതൽ രക്ഷിതാക്കൾ രംഗത്തുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, വിദ്യാർത്ഥികളെ പരീക്ഷിച്ച് മടുത്തില്ലേ NTAക്ക്? ഉറപ്പായും ആ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് വിചിത്രമായൊരു ഹാൾ ടിക്കറ്റാണ് നാഗ്പൂരിലെ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നാഗ്പൂരിൽ തന്നെയുള്ള ഒരു പരീക്ഷാ കേന്ദ്രം അനുവദിക്കണം എന്നുള്ളതായിരുന്നു അപേക്ഷയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അപേക്ഷിച്ച് വന്നപ്പോൾ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അബുദാബിയിലെ ഇന്ത്യൻ സ്കൂളാണ് പരീക്ഷാ കേന്ദ്രമായി വിദ്യാർത്ഥിക്ക് അനുവദിച്ചിരിക്കുന്നത്. നാഗ്പൂർ സ്വദേശി മുഹമ്മദ് താലിബിനാണ് ഈ വിചിത്രമായ ഹാൾ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. NTAയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അവരെ ബന്ധപ്പെടുകയും ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതുവരെ പരിഹരിച്ചിട്ടില്ല എന്ന ആക്ഷേപം കൂടി ഈ വിദ്യാർത്ഥിയുടെ കുടുംബം പറയുന്നുണ്ട്. തെരഞ്ഞെടുത്ത പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപവുമായി കൂടുതൽ രക്ഷിതാക്കളും രംഗത്തെത്തുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. മാധു പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ന്യൂസ് കേൾക്കുന്ന ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നും, ഇത് റിപ്പോർട്ടർ TVയുടെതല്ലേ, വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന്. പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ദ ഹിന്ദു അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദ ഹിന്ദു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡന്റ് നാഗ്പൂരിലേക്ക് സെന്ററിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് അബുദാബി ഇന്ത്യൻ സ്കൂളിലാണ്, UIയിലാണ്. ഈ ഒരു കേസ് മാത്രമല്ല, ഇതുപോലെ ചില കുട്ടികളും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇതുപോലെ കംപ്ലൈന്റുമായി മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് ദ ഹിന്ദു വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വെറും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് മാത്രമല്ല. കാരണം ഒരു ഡിസ്ട്രിക്ട് മാറി, അല്ലെങ്കിൽ സെന്റർ മാറി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മാറിയ കാര്യമല്ല. ഇതൊരു രാജ്യം തന്നെ മാറിയിട്ടാണുള്ളത്. അതായത് നാഗ്പൂരിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് UIയിലേക്കാണ്. അപ്പോൾ ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിഫിക്കേഷൻ വെരിഫിക്കേഷനിലുള്ള വലിയൊരു തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ഫോൾട്ട് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഒരു ഇറർ ഫ്രീ എക്സാം കണ്ടക്ട് ചെയ്യുമെന്നാണ്. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നീറ്റ് എക്സാം ഓൾറെഡി നടന്നതാണ്. അതായത് ഈ നീറ്റ് എക്സാം നടന്ന് ആ പേപ്പർ ലീക്ക് ആയതുകൊണ്ട് ആ എക്സാം എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അതിന്റെ റീ എക്സാം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടെയാണ് ഇത്രയും കെയർലെസ് ആയിട്ട് ഇവർ ഈ കാര്യത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ന്യൂസും കൂടി കേൾക്കാം. രാവിലെ മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയിലടക്കം വിവിധ കേന്ദ്രങ്ങളിലാണ് മോക്ക് ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ സ്വീകരിച്ചു വന്നിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ മോക്ക് ഡ്രില്ലിൽ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ഏജൻസികളുടെ ഒരു ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മോക്ക് ഡ്രില്ലിൽ വിലയിരുത്തുന്നത്. വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മോക്ക് ഡ്രിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ വിവിധ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ അധ്യാപകരുൾപ്പെടെ ഈ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള ഈ NTAയുടെ വെബ്സൈറ്റിൽ വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അനാവശ്യമായിട്ടുള്ള ഈ ഊഹാപോഹങ്ങളിലോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളിലോ ലഭിക്കരുത്, അത്തരത്തിലേക്കുള്ള പ്രചരണങ്ങളിലോ വിശ്വസിക്കരുതെന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ മോക്ക് ഡ്രിൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് കണ്ടില്ലേ മോക്ക് ഡ്രില്ല് ടെലിഗ്രാം സസ്പെൻഡ് ചെയ്തു. അതായത് കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചും ഡെസ്കും അടക്കം എന്ത് ചെയ്യുന്നു, മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് സെർച്ച് ചെയ്യുന്നു. ശരിക്കും എന്തായിരുന്നു പ്രശ്നം എക്സാം പേപ്പർ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതാണ്. അത് എവിടെ നിന്നാണ് ലീക്ക് ആയിട്ടുള്ളത്? അത് പ്രിപ്പയർ ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെയാണ് അത് ലീക്ക് ആയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ സംഭവിച്ചതോ, ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ്പോർട്ടിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഈ സ്കൂളുകളിൽ, അതായത് സെന്റേഴ്സിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എവിടെയായിരുന്നു യഥാർത്ഥത്തിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ഇഷ്യൂ ഉള്ളത് ഇത് പ്രിപ്പയർ ചെയ്ത സ്ഥലത്ത് തന്നെയാണ്. അവിടെയുള്ള കാര്യങ്ങളാണ് കൃത്യമായി നോക്കേണ്ടത്. അതിപ്പോൾ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
നമുക്കത് വിശ്വസിക്കാം, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത ആളുകളെയൊക്കെ പിടിച്ച് ഒരു റൂമിൽ കൂട്ടിയിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് പുറത്തേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഇന്റർനെറ്റോ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ ഈ ടെലിഗ്രാം സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, എനിക്ക് ഈ ടെലിഗ്രാം ആയിട്ട് വലിയ നല്ല അഭിപ്രായമൊന്നുമല്ല. കാരണം ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ടെലിഗ്രാമിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് തോട്ട് വന്നിട്ടുള്ളത്, അതായത് ഒരു പഴഞ്ചൊല്ലാണ്. അതായത് എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുട്ടു എന്ന് പറയുന്ന ആ ഒരു കോട്ടുണ്ടല്ലോ, എനിക്ക് ആ ഒരു പഴഞ്ചൊല്ലാണ് ഇവിടെ തോന്നിയിട്ടുള്ളത്. ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നിതിൻ ഗഡ്കരിയുടെ കാര്യം നോക്കാം. നിതിൻ ഗഡ്കരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ ആരാണ് ജലക്ഷാമം എന്ന് പറയുന്നത്, അവരൊക്കെ ആന്റി ഇന്ത്യൻസ് ആണ്, അല്ലെങ്കിൽ ആന്റി നാഷണൽസ് ആണ് എന്ന് നമ്മുടെ ഗഡ്കരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേഖ ഗുപ്ത, അതായത് ഡൽഹിയിലെ CM രേഖ ഗുപ്ത, എന്റെ അറിവ് പ്രകാരം മൂപ്പര് BJP കാര്യത്തിയാണെന്നാണ് എന്റെ ഒരു അറിവ്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ വാട്ടർ ഷോർട്ടേജ് ഉണ്ട്, ജലക്ഷാമമുണ്ട്. പക്ഷെ അതിന് കാരണം എന്ന് പറയുന്നത് ഈ വെള്ളം, അതായത് ഡൽഹിയിൽ വളരെയധികം ചൂട് കൂടുതലായതുകൊണ്ട് വെള്ളമൊക്കെ എന്ത് ചെയ്തു, ഇവാപറേറ്റ് ചെയ്തിട്ട് പോകുന്നത് കൊണ്ടാണ് ഡൽഹിയിൽ വാട്ടർ ഷോർട്ടേജ് എന്നാണ് നമ്മുടെ രേഖ ഗുപ്ത പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ സമ്മതിച്ചു ഇന്ത്യയിൽ, അതായത് ഡൽഹിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഷോർട്ടേജ് ഉണ്ട്, അതായത് ജലക്ഷാമം ഉണ്ട് എന്ന്. അപ്പോൾ ഈ രേഖ ഗുപ്തയും ഗഡ്കരി പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലേക്ക് വരില്ലേ? അതായത് ആ ആന്റി നാഷണൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈ നിതിൻ ഗഡ്കരിക്കൊന്നും ജലക്ഷാമം എന്താണെന്ന് അറിയില്ല. കാരണം അത് അനുഭവിക്കില്ല. കാരണം അവിടുത്തെ കിണറിലോ അല്ലെങ്കിൽ വെള്ളമില്ലെങ്കിൽ അപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം എന്ത് ചെയ്യും, പൊതുജനങ്ങളുടെ പണം വെച്ചിട്ട് അങ്ങ് ഒഴുക്കി കൊടുക്കും. പക്ഷേ അതിന്റെ തൊട്ടിപ്പുറം നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക്, അവർക്ക് ഈ വെള്ളം കിട്ടാതെ നിൽക്കുമ്പോൾ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കുറച്ച് വെള്ളം ശേഖരിച്ച് തിരിച്ചു വരുന്നത്. ആ വരുമ്പോൾ അവർ പറയും ഇവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ട് എന്ന്. അത് കേൾക്കുമ്പോൾ നിതിൻ ഗഡ്കരി, അതായത് വെള്ളത്തിൽ കുളിച്ചിരിക്കുന്ന നിതിൻ ഗഡ്കരി പറയും വെള്ളത്തിന് ക്ഷാമമോ, ഇവിടെ ക്ഷാമമൊന്നുമില്ല, അത് പറയുന്നത് ആന്റി നാഷണൽസ് ആണ് എന്ന്. അതാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് ഒന്നിനെയും കൂടുതലായിട്ട് വിമർശിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ നീറ്റ് എക്സാമിന്റെ കാര്യങ്ങൾ, ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് എക്സാമിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാകും? അതായത് നമ്മൾ കമന്റ് ബോക്സിലേക്ക് ആളുകൾ വരും, വന്നിട്ട് പറയും നമ്മൾ രാജ്യദ്രോഹികളാണ്, ടെററിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആന്റി നാഷണൽ ആണ്, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു വരും. ഈ പറയുന്നവർക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് അവർക്ക് പോയിക്കൂടെ? എന്തിനാണ് നമ്മളോട് വന്നിട്ട് ഈ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത്? ഈ BJP-യെയോ അല്ലെങ്കിൽ BJP സർക്കാരിനെയോ ക്രിട്ടിസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരാകും? ആന്റി നാഷണലായി മാറും. ഒരു പ്രത്യേകതരം വിചിത്രമായിട്ടുള്ള ഒരു ആചാരം തന്നെയാണ് അല്ലെ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണുന്നത് വരെ ജയ് ഹിന്ദ്.